എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2021 കോമൺ പ്രിലിമിനറി എക്സാം 10th ലെവലിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേജ് 4. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 44ാം വയലാർ അവാർഡ് നേടിയത് ആരെ? ആൻസർ എന്താണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2020 ONV പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഡി, ഡോക്ടർ എം ലീലാവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണ്? ഇതൊക്കെ അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ടും ബന്ധപ്പെട്ടിട്ട് വന്നതാണ്, എങ്കിലും നമുക്കൊന്ന് നോക്കാം. പുതുശ്ശേരി രാമചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ? ആൻസർ സി, വി മധുസൂദനൻ നായർ. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി? ആൻസർ ഡി, അച്ഛൻ പിറന്ന വീട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? ആൻസർ എ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം? ആൻസർ എ, ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ, ഋഷി സുനാക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ആൻസർ എ, ഇന്റർനെറ്റ് ലഭ്യത. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ആൻസർ എ, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ആൻസർ ബി, 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ആൻസർ ബി, 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം? ആൻസർ ബി, ആരവല്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആൻസർ സി, ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം? ആൻസർ സി, വൃഷ്ടിപ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം? ആൻസർ ഡി, രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ആൻസർ ബി, മാർച്ച് ടു മെയ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? ആൻസർ ഡി, എക്കൽ മണ്ണ്. പോയിന്റ് കലൈമാർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ബി, തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം? ആൻസർ ബി, മധ്യപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരെ? ആൻസർ പോർച്ചുഗീസുകാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപം അറിയപ്പെടുന്നത്? ആൻസർ എ, ശിപ്പായി ലഹള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൽക്കത്തയിൽ നിന്നും സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ? കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ? ആൻസർ ബി, വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ആൻസർ എ, രാജാ റാംമോഹൻ റോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ സി, രാജാ റാംമോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാരെ? ആൻസർ ബി, ജവഹർലാൽ നെഹ്റു.
അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ആൻസർ എ ജവഹർലാൽ നെഹ്റു. നീൽദർപ്പൺ രചിച്ചത് ആരെ? ആൻസർ ബി ദീനബന്ധു മിത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി? ആൻസർ ബി കെ ആർ നാരായണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ആൻസർ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ സി പാർട്ട് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിന് ഉള്ള അധികാരമുള്ളത്? ആൻസർ ബി രാഷ്ട്രപതിക്ക്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? ആൻസർ ബി നിയമാവകാശം. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ? ആൻസർ ബി ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള ഏതാണ്? ആൻസർ ഡി അനുച്ഛേദം 352. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്? ആൻസർ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ആൻസർ സി രാഷ്ട്രപതിക്ക്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ആൻസർ എ 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്? ആൻസർ സി സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ആൻസർ എ സെക്രട്ടറി ജനറൽ. കേരളത്തിന്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്റർ ആണ്? ആൻസർ എ 38,863. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ? ആൻസർ ഡി കണ്ണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? ആൻസർ എ ചിന്നാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ആൻസർ എ ഡിസംബർ ഫെബ്രുവരി. പക്ഷി പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സി വയനാട്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏതു വർഷത്തിൽ? ആൻസർ ബി AD 1859. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? ആൻസർ ബി കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി? ആൻസർ ഡി 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ആൻസർ ബി മണിയാർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ആൻസർ ബി കൊച്ചി 20 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ജനിച്ച ദിവസം? ആൻസർ ഡി 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരെ? ആൻസർ സി വൈകുണ്ഠസ്വാമി. അക്കമ്മ ചെറിയൻ എന്ന പുസ്തകം എഴുതിയത്? ആൻസർ സി ആർ പാർവതീദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം? ആൻസർ സി 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ? ആൻസർ ബി ഇന്ദിരാഗാന്ധി.
ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരെ? ആൻസർ ബി വൈകുണ്ഠ സ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആൻസർ സി ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം? ആൻസർ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? 1809 ജനുവരി 11. ചാന സ്ത്രീകൾക്ക് മാറുപറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? ആൻസർ സി 1859 ജൂലൈ 26. മനുഷ്യന് രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ആൻസർ ബി 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ആൻസർ സി ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്? ആൻസർ ബി വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ആൻസർ എ മെഡുല ഒബ്ലോങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ആൻസർ ഡി സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനമാണ്? ആൻസർ ബി മയോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ എ ബയോട്ടിൻ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് എന്ന്? ആൻസർ ഡി 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ആൻസർ എ DDT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം? ആൻസർ എ ഇലക്ട്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തോറിയത്തിന്റെ അയിര്? ആൻസർ എ മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ്? ഡ്യൂട്ടീരിയം. പിന്നെ 3 ഉള്ളതാണ് ട്രിഷ്യം. പ്രോട്ടിയം 1 ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം? ആൻസർ ഡി ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം? ആൻസർ സി സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ? ആൻസർ ഡി പ്ലാസ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്? ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം? ആൻസർ ഡി ആണ് കേട്ടോ. ഇതൊന്നുമല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി? ആൻസർ ബി ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം? ആൻസർ എ വോയേജർ 1. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.